പ്രിയപ്പെട്ട വിനുചേട്ടൻ പറഞ്ഞ പോലെ ഈ ഒരു ചടങ്ങ് തീർച്ചയായിട്ടും ഒരു പവിത്രമായ ചടങ്ങാണ്, ഒരു വളരെ സമ്പന്നമായ ഒരു ചടങ്ങാണ്. ഈ സഫാരി ചാനലിൽ ചരിത്രം എന്നിലൂടെ എന്നുള്ളൊരു പരിപാടിയുണ്ട്, പലരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അതിൽ വലിയ വലിയ വ്യക്തിത്വങ്ങൾ മറ്റ് വലിയ വ്യക്തിത്വങ്ങളെക്കുറിച്ച് അവരുടെ പേഴ്സ്പെക്റ്റീവിൽ അവരുടെ ജീവിതം നറേറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ വളരെ കൗതുകമാണ് അത് കാണാൻ. ഓരോ വലിയ സംഭവങ്ങളെക്കുറിച്ച്, ഓരോ വലിയ വ്യക്തിത്വങ്ങളെക്കുറിച്ച് മറ്റു പലരും ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ കൗതുകമുണ്ട്. ഇന്ന് സത്യത്തിൽ അതുപോലെ ഓരോരുത്തരും, കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളെല്ലാവരും ശരിക്കും ഇങ്ങനെ ഇരിക്കേണ്ടതല്ല, വട്ടത്തിലിരിക്കേണ്ടതാണ്. കാരണം സാമ്പങ്ങളുമായിട്ട് ആ നിലയ്ക്ക് അത്രയേറെ ആത്മബന്ധമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ ഇപ്പോൾ സാമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു കലിഡോസ്കോപ്പിൽ എന്ന പോലെ ഇങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ, ഞാൻ അവിടെ ഇരിക്കുമ്പോഴൊക്കെ ഞാനതിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിലെ ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇപ്പം എൻ്റെ അഭിസംബോധനയിലും ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ സാമങ്കിൾ എന്നാണ് വിളിക്കുന്നത്, പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ്. അപ്പം സാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നവർ സംസാരിച്ചു കഴിഞ്ഞു, സാമേട്ടൻ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നവർ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പം സാമങ്കിൾ എന്ന് അഭിസംബോധന ചെയ്യുന്നവരെ റെപ്രസെൻ്റ് ചെയ്ത് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിവിടെ 1990s ദേവഗിരിയിലെ വിദ്യാർത്ഥിയായിട്ട് ചെല്ലുന്നത്. അപ്പം മുതൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു വൈബുണ്ടല്ലോ. സാധാരണ നമുക്ക് വളരെ സ്നേഹബഹുമാനങ്ങളോടുകൂടി നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ അത്രയും ബഹുമാനത്തോടെ കാണുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ മോനേന്ദ്രൻ സാർ ഇരിപ്പുണ്ട്, സൈക്യാട്രിയിൽ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയാൻ ഫാദർ മലയാളം അധ്യാപകനായിരുന്നു എൻ്റെ. അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് തന്ന നക്ഷത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള പുസ്തക സമാഹാരമൊക്കെ ഇന്നും ഞാൻ വളരെ ട്രഷേർഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അത്ര ബഹുമാനിക്കുന്ന നമ്മളെ അധ്യാപകരുടെ തുല്യമായിട്ട് ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. സാമങ്കിൾ എന്നെ സംബന്ധിച്ച് അതാണ്. കാരണം അന്ന് ഞാൻ ദേവഗിരിയിൽ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ തന്നെ ഒരു വലിയ ആത്മബന്ധം, അതെന്നോട് മാത്രമല്ല എൻ്റെ ഫാദറുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ്. ഞങ്ങൾ കുടുംബപരമായിട്ട് തന്നെ, ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാനും ഫാമിലിയൊക്കെ സാമങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെയൊക്കെ സമശീർഷനായിട്ട് ഉള്ള അപ്പോൾ അന്ന് തുടങ്ങിയ ആ ഒരു ബന്ധമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് വേറെ ഓഫീസ് സ്റ്റാഫ് അവിടെ ഉണ്ടല്ലോ, പക്ഷേ മറ്റാരെയും ഈ നിലയിൽ എനിക്കറിയില്ല. പക്ഷേ സാമങ്കിളിലെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിലെ ഒരു വലിയ കലാകാരനുണ്ട്. ആ കലാകാരനാണ്, നമ്മളൊക്കെ ചെറിയ കലാപ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വൈബ് കിട്ടുകയും ആ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ സാമങ്ങളുമായിട്ട് വളരെ ചേർന്ന് നാടകങ്ങൾ, അത് റേഡിയോ നാടകങ്ങളായാലും ബി സോൺ ഇൻ്റർ സോണിലൊക്കെ പോകുന്ന നാടകങ്ങളിലായാലും ഒക്കെ സാമങ്ങളുടെ ഒരു വലിയ ഇടപെടലുണ്ട്. അത് നമുക്കൊരു ഭയങ്കര ഊർജം തരുന്ന ഒരു വലിയ ഒരു പ്രസൻസാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും. ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ബാഹ്യ സൗന്ദര്യം പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക സൗന്ദര്യം. അത് വഴിഞ്ഞൊഴുകുന്നതാണ് അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾ. അതിനെല്ലാം ആ ഒരു സൗന്ദര്യത്തിൻ്റെ തുടർച്ചയുണ്ട്. അത് ബാഹ്യമായാലും ആന്തരികമായാലും. നമ്മൾ ഗ്രാഫോളജിയിലൊക്കെ അങ്ങനെ പറയും, അതായത് ഓരോരുത്തരുടെ എഴുത്തിൻ്റെ ഇതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊക്കെ പറയുന്ന തരത്തിലുള്ള ഗ്രാഫോളജി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വടിവത്ത ഭംഗിയുള്ള എഴുത്തും എല്ലാം അദ്ദേഹത്തിൻ്റെ ആന്തരിക സൗന്ദര്യത്തിൻ്റെയും ഒക്കെ ഒരു ബഹിർസ്ഫുരണങ്ങളായിട്ടാണ് എന്നും തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിലെ ഒരു വലിയ കലാകാരൻ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ വലിയ സൗഹൃദങ്ങൾ അദ്ദേഹത്തിനുണ്ടാവുന്നതും എല്ലാം അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ഫാദറിൻ്റെ മാത്രമല്ല, എൻ്റെ ഫാദറിനോട് കൂടി ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, NC ജോസ്. അദ്ദേഹമൊക്കെ ആയിട്ട് ദീർഘകാലത്തെ ബന്ധമുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറിൽ ഇങ്ങോട്ട് വരുമ്പം സാമങ്ങളുടെ നാടകങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ചാച്ച പറയായിരുന്നു, അതുമാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ AM രാജ എന്നും അദ്ദേഹത്തെ ഞങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം ഒരു നല്ല ഗായകൻ കൂടിയാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിലെ ഗായകനെക്കുറിച്ച് ആരും ഇവിടെ അടയാളപ്പെടുത്തി കേട്ടില്ല, അതുകൊണ്ട് ഞാൻ അതുകൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. സാമങ്ങളൊരു നല്ല ഗായകൻ കൂടിയാണ് എന്നുള്ള ഒരു സകലകല വല്ലഭനാണ് സത്യത്തിൽ സാമങ്ങൾ. ഞങ്ങൾക്കൊരു വലിയ ഇൻസ്പിറേഷനാണ് എന്നും. അത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ പലരെയും കാണാറുണ്ടല്ലോ. ഇപ്പം പല ഓഫീസുകളിലൊക്കെ ആയാലും 40കളിൽ പ്രായമുള്ളവർ പോലും വാർദ്ധക്യത്തിൻ്റെ ജരാനരകളോടെ അല്ലെങ്കിൽ ആ ഭാവഹാവാദികളോടെ നിൽക്കുമ്പം നമ്മുടെ മമ്മൂട്ടിയെ പോലെയും അല്ലെങ്കിൽ രജനീകാന്തിനെയൊക്കെ പോലെ പ്രായം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഊർജ്ജസ്വലത. പ്രായം എന്നും മനസ്സിൻ്റെ മാത്രമാണ്. ഇപ്പോൾ നിർവചനങ്ങളിൽ പോലും ഡെഫിനേഷനിലൊക്കെ മാറിയിരിക്കുന്നു. 65 വയസ്സ് വരെ എൽഡർലി എന്ന് പറയുന്നൊരു സംഗതിയേ ഇല്ല. 65 ഇയേഴ്സൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെഫിനേഷൻ പ്രകാരം ഓൾഡ് ഏജിൻ്റെ മാനദണ്ഡമേ അല്ല.
ഒരു 80 കഴിയുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ലോകം പ്രായത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നത്. ആ ഒരു നിലയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ശാസ്ത്രവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ സാമങ്കിൾ. അദ്ദേഹം ശ്രീധരനുണ്ണി സാറ് പറഞ്ഞ പോലെ ആ ഒരു മാർക്കണ്ഡേയത്വം, ജനിച്ചപ്പോഴേ ഒരു കുഞ്ഞ് ടൈം മെഷീനൊക്കെ ആയിട്ടാണ് അദ്ദേഹം ജനിച്ചതെന്ന് തോന്നുന്നു. ഈ പറഞ്ഞല്ലോ, ഞാൻ അന്ന് കാണുന്നതിൽ കുറച്ച് മുടികളിലെ വ്യത്യാസം ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയെല്ലാം, ഈവൻ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് ഇവിടെ പലരും പറഞ്ഞ പോലെ അദ്ദേഹവും ഇത്തിരി ഞെക്കി കയ്യിൽ പിടിപ്പിച്ച് തരുന്ന മുട്ടായികൾ കുറേ കിട്ടാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർഡുകൾ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇത്രയും സമ്പന്നമായ ഒരു സദസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ, എന്നിലേറെ സംസാരിക്കാൻ ശേഷിയുള്ള, അദ്ദേഹം അത്രയേറെ ബന്ധമുള്ള, അത്രയും ഔന്നത്യത്തിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അപ്പം അങ്ങനെയുള്ള ആളുകളിരിക്കെ ഇത്തരത്തിൽ ഞങ്ങളുടെ ഒരുപക്ഷെ എൻ്റെ ഒരു തലമുറയെ പ്രതിനിധീകരിച്ചു കൂടിയായിരിക്കാം ഒരു വേള എന്നെ ഈ ഒരു ആദരത്തിൽ ഇങ്ങനെ ഒരു ആശംസയ്ക്ക് ക്ഷണിച്ചത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എന്നെ സംബന്ധിച്ചും ഈ ഒരു അവസരം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു ആദരമായിട്ട്, എൻ്റെ തലമുറയ്ക്ക് കിട്ടിയ ഒരു ആദരമായിട്ട്, ദേവഗിരിയോട് അങ്ങനെ അത്രയും ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആദരമായിട്ട് കൂടി, സാമുകളിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആദരമായിട്ടാണ് കരുതുന്നത്. പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ടൈം മെഷീൻ അദ്ദേഹം പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കട്ടെ, ഇനിയും തലമുറകളെ അദ്ദേഹം ഇൻസ്പയർ ചെയ്യിക്കട്ടെ എന്ന് മാത്രം വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.